എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പീനട്ട് വെച്ചിട്ട് നിലക്കടല ഉപയോഗിച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റിനെ കുറിച്ചാണ്. വെറും 6 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവൻ ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണിത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 200 ഗ്രാം മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 100 ഗ്രാം നിലക്കടല ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കായ കുറച്ച്, 100 ഗ്രാം ബട്ടറാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു മുട്ട. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും മൈദയും കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കണം. കട്ടയൊക്കെ ഉടയുന്നത് വരെ നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. നല്ല തേച്ചിട്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് കുഴയ്ക്കുക. ഇതേപോലെ തേച്ച് നമ്മൾ ബിസ്ക്കറ്റ് കുഴച്ചു കൊണ്ടുവരാം. മൈദയും ബട്ടറും ഉപയോഗിച്ച് ക്രീമി പരുവായിട്ട് ഈ മിക്സ് ഇവിടെ തേച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടി ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ തേച്ചതുപോലെ തന്നെ തേക്കണം. ഇതേപോലെ ഈ പഞ്ചസാര പൊടിയുടെ കട്ടയൊക്കെ ഉടയുന്നത് വരെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പം മൈദയും പഞ്ചസാര പൊടിയും ബട്ടറും ഉപയോഗിച്ച് ഈ മിക്സ് ഇവിടെ നന്നായിട്ട് തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നിലക്കടല, ഇത് ക്രഷ് ചെയ്തെടുത്ത നിലക്കടലയാണ്, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കായാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഞാനിവിടെ റോള് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് വെക്കാം. ഇതുപോലെ കുറേശ്ശെ ഭാഗങ്ങൾ എടുത്തു കൊണ്ടുവന്ന് ഒരേ അളവിലായിരിക്കണം ബിസ്ക്കറ്റുകളൊക്കെ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും. അപ്പം ഇതേപോലെ ഉരുട്ടിയെടുത്ത് നമ്മുടെ കയ്യിലിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയെടുക്കണം. എന്നിട്ട് ഈ ബിസ്ക്കറ്റിനെ ഒന്ന് ഇതുപോലെ അമർത്തി കൊടുക്കാം. എന്നിട്ട് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ ബിസ്ക്കറ്റും നമ്മൾ ഇതേപോലെ ഉരുട്ടിക്കൊണ്ടുവരാം. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ചൂടോടെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബിസ്ക്കറ്റ് വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഒരേപോലെ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിന് ഒരു ഗ്ലൈസിങ് കിട്ടാനായിട്ട് ഒരു മുട്ട ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഈ ബ്രഷ് ഉപയോഗിച്ച് ഈ ബിസ്ക്കറ്റിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. തട്ടിലാവാതെ സൂക്ഷിക്കണം. ഈ ട്രേസിൽ മുട്ടയായി കഴിയുമ്പോൾ ട്രേസ് കരിഞ്ഞ് പിടിച്ചിരിക്കും. അതുപോലെ ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് കാരാമൽ ഇട്ടിച്ച് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും. ഞാനിവിടെ ചേർക്കുന്നില്ല. ഈ മുട്ട മാത്രമായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ റാക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ട്രേ എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 25 മിനിറ്റ് സമയം വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സമയം ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റ് വേവുന്നത് നോക്കാം. കറക്റ്റ് ഇപ്പം നമ്മൾ വെച്ച അതേ സമയമായപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ അടിച്ച്. ഇനി ഈ ബിസ്ക്കറ്റ് നന്നായിട്ട് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കാം. അതുണ്ടോ, അടിഭാഗം ചുവന്നിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മിക്സിങ് ആണെങ്കിൽ മാത്രമേ ഈ ബിസ്ക്കറ്റ് ഇതേപോലെ വിണ്ട് കീറി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഓവനിൽ നിന്ന് ഇറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നിലക്കടലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബിസ്ക്കറ്റാണിത്. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. വീട്ടിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ചൂടോടുകൂടി നമുക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.